അച്ഛൻ ഇപ്പൊ നീനുവിന്റെ കല്യാണം കഴിഞ്ഞ ഒരു വാർത്ത വരുന്നുണ്ടല്ലോ, അത് സത്യമാണോ? എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചാണ് ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവരുടെ കറക്റ്റ് അറിയണമെങ്കിൽ ഇതിനകത്ത് ഇട്ടതാരാ, അവരോട് ചോദിക്കും. അച്ഛന് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പല ന്യൂസിൽ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന ഓൺലൈൻ ചാനലിൽ വന്നോണ്ടിരിക്കുന്ന അച്ഛനാണ് കൈ പിടിച്ച് കൊടുത്തത്. എനിക്കറിയത്തില്ല. കേരളത്തിൽ തന്നെ ആദ്യത്തെ ദുരഭിമാനക്കൊലയ്ക്ക് ഇരയായ കെവിന്റെ 7ാമത്തെ ചരമവാർഷികം തികയുകയാണ്. 7 വർഷം തികയുന്നതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പുതിയ വാർത്തകൾ വരുന്നുണ്ട്. കെവിന്റെ വൈഫായ നീനു പുതിയതായി ഒരു വിവാഹം കഴിച്ചിരിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയയിൽ പുതിയതായി വരുന്ന വാർത്ത. കല്യാണം കഴിച്ചത് വയനാട് സ്വദേശി എന്നുള്ളതാണ് ന്യൂസുകളിൽ വരുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി കെവിന്റെ ഫാദറിനോട് തന്നെ ചോദിക്കാം. കെവിന്റെ ഫാദർ ആണ് മുമ്പിട്ട് നിന്ന് കല്യാണം നടത്തിയെന്നാണ് പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് കെവിന്റെ ഫാദറിനോട് തന്നെ ചോദിച്ചു നോക്കാം. കെവിൻ മരണപ്പെട്ട് 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വിഷയം വീണ്ടും തലപൊക്കി തുടങ്ങിയത്. എന്തായാലും തുടരും മൂവിക്ക് ശേഷമാണ് കെവിൻ നീനു എന്ന് പറയുന്ന വ്യക്തികളുടെ പിന്നാലെ സോഷ്യൽ മീഡിയ പോയിട്ടുള്ളത്. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും കെവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണ്, അല്ലെങ്കിൽ കെവിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചു പോവുകയാണ് പലരും. അതുകൊണ്ട് നീനുവിന് മറ്റൊരു കല്യാണം കഴിച്ചുകൂടാ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിലെ കമന്റുകളും ഒക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിലെ സത്യാവസ്ഥ എന്താണെന്ന് കെവിന്റെ അച്ഛൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. നീനു ബാംഗ്ലൂരാണ് MSW കഴിഞ്ഞിട്ട് ജോലി ചെയ്യുകയാണ് എന്നാണ് കെവിന്റെ ഫാദർ പറയുന്നത്. എന്നാൽ കെവിന്റെ ഫാദർ തന്നെ കൈപിടിച്ചു കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലരും ഇതിലൂടെ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. പലരും സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിൽ അവരുടെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ കൊണ്ടുവരരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇത്തരം വ്യാജ വാർത്തകൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. നീനുവും കെവിനും എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ നീനുവും കെവിനും തമ്മിലുള്ള ആ ഒരു സ്നേഹം എത്രത്തോളം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. കെവിന്റെ ഒരു ചരമവാർഷികം 7ാം വർഷത്തിലേക്ക് എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അവരെ ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. നീനുവിന്റെ അവസ്ഥയെ പോലും പരിഗണിക്കാതെ ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ കൊണ്ടുവരുന്നവർക്കെതിരെ നല്ല നിയമ നടപടികൾ തന്നെ വരണം. എന്തായാലും ഈ വീഡിയോ വന്നതിലൂടെ എല്ലാവരുടെയും സംശയം എന്തായാലും മാറിയിട്ടുണ്ട്. നീനുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ നീനു പഠിച്ച് ഒരു ജോലിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് കെവിന്റെ ഫാദർ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് സത്യവും, അല്ലെ? എന്തായാലും കെവിൻ നീനു വിഷയത്തിലെ ഈ ഒരു വ്യാജ വാർത്ത ഇനി പ്രചരിപ്പിക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ സത്യാവസ്ഥ ഇത് തന്നെയാണ്. നീനു വിവാഹം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ കെവിന്റെ ഫാദർ തന്നെ പറയുന്നുണ്ട് നീനു ബാംഗ്ലൂർ ജോലി ചെയ്യുകയാണ്. ഇനിയെങ്കിലും അവരെ ഇതുപോലുള്ള സൈബർ ആക്രമണവുമായി പിന്തുടരാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.